വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന പമ്പുകളിൽ ഏറ്റവും ഹയർ വേരിയൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പമ്പാണ് കട്ടർ ടൈപ്പ് പമ്പുകൾ. നമ്മൾ എന്ത് മെറ്റീരിയൽ ഇട്ടാലും അത് പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായി പമ്പിൻ്റെ അകത്തേക്ക് കയറുന്ന മെക്കാനിസമാണ് ഇതിനുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ഇതേപോലത്തെ ഇതേപോലത്തെ പുല്ല്, ഇലകൾ നമ്മൾ വീണ്ടും അടുത്ത പൊസിഷനിലിട്ടൊന്ന് പമ്പ് ചെയ്ത് നോക്കുകയാണ്. ഈ തവണ അടിപൊളിയായിട്ട് ഇലകളൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും സീവേജ് പമ്പുകൾ അഥവാ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന പമ്പുകളിൽ ഏറ്റവും ഹയർ വേരിയൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പമ്പാണ് കട്ടർ ടൈപ്പ് പമ്പുകൾ. നമ്മുടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളായി പുറത്തേക്ക് എത്തുന്നതാണ് കട്ടർ ടൈപ്പ് പമ്പുകളുടെ പ്രത്യേകത. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ബിഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1 HP ഒരു സബ്മേഴ്സിബിൾ കട്ടർ പമ്പാണ്. ഈ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റഡസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൈഡിലിരിക്കുന്ന ഈ പമ്പാണ് കട്ടർ ടൈപ്പ് പമ്പ് എന്ന് പറയുന്നത്. ഇത് 1 HP ബിഗാർഡ് ബ്രാൻഡിൽ വരുന്ന 17 മീറ്റർ വരെ ഹെഡ് കിട്ടുന്ന പമ്പാണ്. ഏകദേശം 12 മീറ്റർ ഹെഡ് റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10,000 ലിറ്റർ പെർ അവർ തള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു പമ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ബ്ലേഡ് മെക്കാനിസമാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളായി കയറി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പമ്പിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. നിങ്ങളിതിൻ്റെ ബോട്ടം സൈഡ് ശ്രദ്ധിച്ചറിയാം, ഇത് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡുകൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് മെറ്റീരിയൽ ഇട്ടാലും അത് പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായി പമ്പിൻ്റെ അകത്തേക്ക് കയറുന്ന മെക്കാനിസമാണ് ഇതിനുള്ളത്. ഇനി കട്ടർ ടൈപ്പിൽ തന്നെ മറ്റൊരു പമ്പുള്ളത് നമ്മുടെ അകത്ത് നമ്മുടെ ഇമ്പലറിൻ്റെ ടിപ്പ് ഷാർപ്പാക്കി വെച്ചിട്ട് അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ കട്ട് ചെയ്യുന്ന വേറൊരു മെക്കാനിസം ഉണ്ട്. ഇത് പുറത്ത് വെച്ച് കട്ട് ചെയ്ത് അകത്തേക്ക് കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ കട്ടർ ടൈപ്പ് പമ്പുകൾ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. പലരും ഇത് കിണർ വറ്റിക്കാൻ മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കട്ടർ ടൈപ്പ് പമ്പുകൾ അങ്ങനെ ഒരു ആവശ്യത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് സാധനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ മണൽ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ട പോലത്തെ ബ്ലേഡ് പെട്ടെന്ന് തേയ്മാനമാവും, അത് പെട്ടെന്ന് തേഞ്ഞ് തീർന്നതിന് കംപ്ലയിൻ്റ് ഒക്കെ വരും. അപ്പോൾ അത് അങ്ങനെ ഒരു പർപ്പസിനെ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതല്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പശുവിന് കൊടുക്കുന്ന നമ്മുടെ പുല്ലുണ്ട്, കുറച്ച് ക്യാബേജ് വേസ്റ്റ് ഉണ്ട്, കുറച്ച് ഇലകളുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള പച്ചക്കറി വേസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബയോഗ്യാസിൻ്റെ പ്ലാന്റുകളിൽ ഉപയോഗിക്കാം. അതിൽ പശുവിന് കൊടുക്കുന്ന പുല്ല്, മറ്റേ ഇലകളൊക്കെ ചാടിയിട്ടുണ്ടാകും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഹോട്ടലുകളിൽ പച്ചക്കറി വേസ്റ്റ് മറ്റ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് അടിക്കുക എന്നുള്ളതാണ് കട്ടർ ടൈപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. കട്ടിയുള്ള കല്ല്, മണൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും കട്ടർ ടൈപ്പ് പമ്പ് വെച്ച് അടിക്കരുത്. അപ്പോൾ നമ്മൾ നിലവിൽ അതിലൊരു 2 ഇഞ്ചിൻ്റെ ഇന്നർ ത്രെഡാണ് ഈ ഫ്ലാഞ്ചിൽ വന്നേക്കുന്നത്. 2 രീതിയിൽ ഇത് പിടിപ്പിക്കാം. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫ്ലാഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് പുറത്തേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നർ ത്രെഡിൽ നിന്ന് 2 ഇഞ്ച് ഡെലിവറി കോളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പച്ച പൈപ്പോ PVC പൈപ്പോ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ മോട്ടർ ഈ ഡ്രമ്മിലിട്ടിട്ട് ഇതിൽ നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന വേസ്റ്റ്, ഇലകൾ, പുല്ല്, ഈ പറഞ്ഞ ക്യാബേജിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഡ്രമ്മിൽ നിറച്ചിട്ടായിരിക്കും ഇത് പമ്പ് ചെയ്ത് നോക്കുക. ഈ ഇതേപോലെയുള്ള വേസ്റ്റുകൾ ഇത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക, എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടർ നമ്മുടെ വെള്ളത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇതേപോലത്തെ പുല്ല്, ഇലകൾ, പിന്നെ ചീരയുടെ വേസ്റ്റ്, നമ്മുടെ ക്യാബേജ് വേസ്റ്റ് അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ മുങ്ങിക്കിടക്കുമെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് പമ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ കയറി വന്നില്ലെങ്കിൽ പോലും നമുക്കിത് വെള്ളം കുറച്ച് തീരാറായി താഴേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും പമ്പിൻ്റെ അകത്തേക്കൂടെ ഇത് വലിച്ചെടുക്കും. ആ സമയത്തായിരിക്കും ഇത് പുറത്തേക്ക് വരാൻ സാധ്യത. എന്തായാലും നോക്കാം. കാരണം സാധാരണ ഒരു വെള്ളം കെട്ടുള്ള സ്ഥലങ്ങളിൽ ഇലയൊക്കെ ചീഞ്ഞ് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും താഴേക്ക് തന്നെ മുങ്ങിപ്പോവും. ഇതിലങ്ങനെ സംഭവിക്കുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുറേ സാധനങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ട്, കുറേ ഇപ്പോഴും പൊങ്ങി തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പമ്പ് ചെയ്ത് നോക്കാം. ഇത് സിംഗിൾ ഫേസ് മോട്ടറാണ്. 3 ഫേസ് മോട്ടറുകൾ അവൈലബിൾ ആണ്. 3 ഫേസ് മോട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടോർക്ക് ഉണ്ടാവും ഈ സിംഗിൾ ഫേസ് മോട്ടറിനെ അപേക്ഷിച്ച്. നമുക്ക് സിംഗിൾ ഫേസ് ലൈനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റു വഴികളില്ല. ഇതേപോലെയുള്ള ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. റെഡി, ഇപ്പോൾ നമുക്ക് ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം. റെഡി, നമ്മുടെ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. തുടക്കത്തിൽ വരുന്നത് ക്ലിയർ വെള്ളം തന്നെയാണ് വരുന്നത്. ലാസ്റ്റായി കഴിയുമ്പോൾ നമ്മുടെ ഇലകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഇപ്പോൾ ഏകദേശം പമ്പിൻ്റെ അടിയിലേക്ക് ഇലകൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മളപ്പോൾ നിലവിൽ വെള്ളം കുറച്ചുകൂടെ അതിൽ നിറച്ച് വേസ്റ്റൊക്കെ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നമ്മളൊരു പൈപ്പൊക്കെ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം വേസ്റ്റ് ആദ്യം കിട്ടിയില്ല. ഒന്ന് പമ്പ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ നമ്മുടെ ഇലകളുടെ കാര്യങ്ങൾ എല്ലാം അതിൽ കൂടെ വലിച്ചെടുത്ത് പമ്പ് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം വെള്ളം വറ്റാറായി. ഇതാണ് നമ്മുടെ ഡ്രമ്മിൻ്റെ അവസ്ഥ.
ഏകദേശം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പറ്റി പോയിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഫ്ലോട്ട് പൊക്കിയാണ് വെച്ചത്. അതിൽ വന്നേണ വേസ്റ്റിൻ്റെ ഇത് കാണിച്ചു കൊടുത്ത് ഇതേ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ വേസ്റ്റ് നിലവിൽ അതിൽ വരിക. ഇതാണ് ഏകദേശം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേസ്റ്റുകളുടെ ഒരു ഫോം എന്ന് പറയുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും വരിക. നമ്മളിപ്പോൾ ചെയ്ത് മോട്ടറിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വലിക്കാൻ ഈസി ആയിരിക്കും. നമ്മുടെ താഴെ ഗ്യാപ്പ് കുറവായത് കാരണം താഴെ മുട്ടിച്ച് വയ്ക്കാൻ നേരത്ത് ഈ സാധനങ്ങൾ വലിച്ചു കയറ്റുന്നില്ല, കുറച്ച് ചെറിയ രീതിയിലേ വലിക്കുന്നുള്ളൂ. എന്നാലും മെയിൻ പ്രശ്നം നമ്മുടെ ഇലകൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് തന്നെയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താഴ്ന്ന് പോയേക്കാം. എന്തായാലും നമുക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണം നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതാ ക്യാബേജിൻ്റെ തൊണ്ട കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് താഴേക്കാക്കി കൊടുത്തു നോക്കാം. ഓക്കെ, റെഡി, പമ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പൊസിഷനിലിട്ടൊന്ന് പമ്പ് ചെയ്ത് നോക്കുകയാണ്. ഈ തവണ അടിപൊളിയായിട്ട് ഇലകളൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും ഉള്ളത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ കയറി ഇളകി മറിഞ്ഞ് വരുന്നുണ്ട്. ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. വെള്ളത്തിൽ നന്നായിട്ട് നമ്മുടെ ഇലകളും പുല്ലും സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഒരു മെയിൻ പ്രശ്നങ്ങൾ വരുന്നത്, സാധാരണ സീവേജ് പമ്പുകളാകുമ്പോൾ നീളം കൂടിയ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പലറിൽ ചുറ്റി പിടിച്ചിട്ട് അത് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതേപോലെ കൂടുതൽ പുല്ല് ഇലകളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ കട്ടർ ടൈപ്പ് പമ്പുകൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ പമ്പ് ലെവലിലുള്ള എല്ലാ സാധനങ്ങളും കയറി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് പമ്പ് ലെവലിൽ താഴെയുള്ള സാധനങ്ങളാണ്. അത് നമുക്ക് മോട്ടർ വേണമെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലോട്ട് നമ്മളിപ്പോൾ പൊക്കി വെച്ചിട്ട് ഒരൊറ്റ പൊസിഷനിൽ നിർത്തിയേക്കാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഒരു ഡെമോ പർപ്പസിനായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത്. പമ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് ഇറക്കാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കി. കട്ട് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം. റെഡി? ഓക്കെ, ഓണാക്കി. പമ്പിൽ ടച്ച് ചെയ്ത് വരുന്ന എല്ലാ ഇലകളും, അതായത് ആ ബ്ലേഡ് ടച്ച് ചെയ്ത് വരുന്ന എല്ലാ സാധനങ്ങളും കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിലുള്ള ക്ലോഗിങ്ങോ ഒരു രീതിയിലുള്ള അടയലോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ മാത്രം ഇതിൽ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ വേണം ഇത് പമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ സീവേജ് പമ്പുകളുടെ കാറ്റഗറി നോക്കിയാൽ ഏറ്റവും നല്ലൊരു പമ്പ് തന്നെയാണ് കട്ടർ ടൈപ്പ് പമ്പുകൾ എന്നുള്ളത്. നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഏത് രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഞാൻ എടുത്ത് പറയാൻ കാരണം, പലരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിണർ വറ്റിക്കുക, കല്ലടിക്കുക, മണലടിക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റ് ഡീവാട്ടറിംഗ് പമ്പുകളുണ്ട്. ഈ ഒരു പമ്പ് ആ ഒരു ആവശ്യത്തിലേക്കല്ല യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഗ്യാസിൻ്റെ പ്ലാന്റിൽ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ചാണകം, അതായത് ഫാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലെ വേസ്റ്റ് അടിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഹോട്ടൽ വേസ്റ്റുകൾ അടിക്കാൻ പറ്റും. അത്യാവശ്യം ഹോസ്റ്റലുകളിലൊക്കെ ഉപയോഗിക്കാം. ഹോസ്റ്റലുകളിൽ പല വേറെ പ്രശ്നങ്ങളുണ്ട്. അത് മാക്സിമം ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം നിങ്ങൾ ഇതിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന സോഫ്റ്റ് വേസ്റ്റുകളൊക്കെ അടിച്ച് കയറി വരികയും ചെയ്യും. അപ്പോൾ ഇത് സിംഗിൾ ഫേസിലും 3 ഫേസിലും എല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എടുത്ത സ്പെസിഫിക് മോഡലിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് 21,000 രൂപയാണ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ ഞങ്ങളുടെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.